തികച്ചും നാടകീയ രംഗങ്ങളാണ് ഇന്ന് ഡൽഹിയിലും മുംബൈയിലുമായി നടന്നിട്ടുള്ളത്. ഇന്ത്യൻ ജനാധിപത്യത്തെ തച്ചുടക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് നമ്മുടെ സർക്കാർ ചെയ്തിട്ടുള്ളത്. BJP സർക്കാരിന്റെ തനി നിറം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സോനം വാങ്ചുക്കിനെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്തു മാറ്റി. സ്റ്റുഡൻസിന് നേരെ ലാത്തി ചാർജ്, ഡൽഹിയിലും മുംബൈയിലുമായി സ്റ്റുഡൻസിന് നേരെ ലാത്തി ചാർജ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റുഡൻസിനെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുമുണ്ട്. അതുപോലെ മറ്റൊരു വാർത്തയാണ് അഭിജിത്ത് ദീപക് ഹങ്കർ സ്ട്രൈക്ക് ഇരിക്കുന്നു എന്നുള്ളത്. നമുക്കിത് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്കൊരു വീഡിയോ ഫുട്ടേജ് കാണാം. Sonam Wangchuk has been forcefully removed from the Jantar Mantar. He has been taken to the Safdarjung Hospital. And here you can see Abhijit Dipke has just announced that he will be going on a hunger strike. He will be sitting on an indefinite fast starting today. He has also said that the Parliament March on the 20th will take place as per the plan, and that the movement will only become stronger. The crowd here has swelled in the past 1 hour or so since the news of Sonam Wangchuk being taken to the hospital came out. So what really unfolded this morning was that the Delhi police and rapid action forces, etc., and several police personnel in civil dress as well, came onto the stage and took Mr. Sonam Wangchuk to the hospital in a government ambulance. This was the stage here. He was sitting on the stage here. Police have also told us is that he has been taken to the hospital for medical intervention for quote-unquote essential care as per the court's directions. Remember, the High Court had said that the government must monitor his health daily and take whatever medical intervention needed. In fact, the Solicitor General representing the government had also said that we will take whatever medical intervention needed. But these people claim that he was taken forcefully and that he was taken against his will. And now Abhijit Dipke has said that he will be sitting on an indefinite. ഈ റിപ്പോർട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അഭിജിത്ത് ദീപക് പ്രഖ്യാപിച്ചു. അഭിജിത്ത് ദീപക് ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു നിരാഹാരം ഇരിക്കാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ഇഷ്ടപ്രകാരമല്ല എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള ആ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ് സോനം വാങ്ചുക്കിനെ അവിടുന്ന് എടുത്തിട്ട് കൊണ്ടുപോകുന്നത് എന്ന്. ഒരു വൈറ്റ്, അതായത് ഫോഴ്സ്ഫുള്ളി അവിടുത്തെ സ്റ്റുഡൻസിനെ ഒക്കെ അടിച്ചു മാറ്റി അതിനുശേഷം സിവിലിയൻ ഡ്രസ്സിലുള്ള പോലീസും ഡൽഹി പോലീസും അതുപോലെ റാപ്പിഡ് ഫോഴ്സും എല്ലാവരും കൂടി ചേർന്ന് അകത്തേക്ക് വന്നു. അവിടെയുള്ള ആളുകളൊക്കെ അടിച്ചു മാറ്റിയതിനു ശേഷം ഒരു വൈറ്റ് ക്ലോത്ത് ഒക്കെ മറച്ചിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇവിടെ ചോദിക്കുന്നത് എന്തിനാണ് വൈറ്റ് ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് മറച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത് എന്നൊരു ചോദ്യം കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഡൽഹി പോലീസ് ഇതിന് കൊടുത്തിട്ടുള്ള ഇപ്പോഴത്തെ റിപ്ലൈ എന്ന് പറയുന്നത്, ഡൽഹി പോലീസ് പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, അതായത് സോനം വാങ്ചുക്കിന്റെ ഹെൽത്ത് കൃത്യമായ രീതിയിൽ നോക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഫോഴ്സ്ഫുള്ളി സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ളത് എന്നാണ്, അങ്ങനെയാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള 2 ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് CJP തന്നെ പുറത്തു വിട്ടിട്ടുള്ളതാണ്. അതായത് അറസ്റ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ള സോനം വാങ്ചുക്ക് ഇപ്പോഴും ഹങ്കർ സ്ട്രൈക്കിലാണ്. അതായത് ഹങ്കർ സ്ട്രൈക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഇൻഫോർമേഷൻസ് വരുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. കാരണം സോനം വാങ്ചുക്കിനെ കാണാൻ അനുവദിച്ചിട്ടുള്ളത് 2 പേരെയാണ്. ഒന്ന് സോനം വാങ്ചുക്കിന്റെ വൈഫിനെയും അതുപോലെ ലീഗൽ അഡ്വൈസറിനെയും. അതും സ്ട്രിക്ട് റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. അതായത് ഗാഡ്ജറ്റ്സ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല, ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അങ്ങനെയുള്ള ഒരു സാധനവും അകത്തേക്ക് കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡൽഹി പോലീസ് ഇവർ 2 പേരെയും സന്ദർശനത്തിന് അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്, ഇന്നലെ ജൂലൈ 17-ാം തീയതി ഡൽഹി പോലീസ് കമ്മീഷണറെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജൂലൈ 18-ാം തീയതി, അതായത് ഇന്ന് പുതിയ കമ്മീഷണർ എന്ത് ചെയ്തു, ഓർഡർ ഇട്ടു, ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യണം, സോനം വാങ്ചുക്കിനെ എന്ത് ചെയ്യണം, പ്രൊട്ടസ്റ്റ് സൈറ്റിൽ നിന്നും മാറ്റണം എന്നുള്ള ഒരു ഓർഡർ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ, അതായത് ഇതുപോലുള്ള ഒരു വെൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇന്ന് സോനം വാങ്ചുക്കിനെ അവിടെ നിന്നും ബലപ്രയോഗത്തിൽ മാറ്റിയിട്ടുള്ളത് എന്നുള്ള ഇൻഫർമേഷൻസ് കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് അവിടെയുള്ള സ്റ്റുഡൻസ് പറയുന്ന വിവരങ്ങൾ കേൾക്കാം. ഡൽഹിയിൽ നിന്ന്, ജന്തർ മന്ദിറിൽ നിന്നും. जेल पर देंगे पर सोनम सर को कुछ नहीं होने देंगे। पुलिस नहीं, बीजेपी के पालतू कुत्ते हैं ये।
ये दिल्ली पुलिस नहीं है, ये बीजेपी पुलिस है। आप ये देखिए, पुलिस इस तरह बिहेव അരുൺ ഈ പറഞ്ഞ ഉങ്കിലും തള്ളിലും കയ്യിൽ ചെറിയ പാടുകളൊക്കെ മുറിവുകളൊക്കെ ആയിട്ടാണ് स्टूडेंट के साथ इस तरह बिहेव करते। और ये देखिए आप, ये देखिए दिल्ली पुलिस, देश की पुलिस स्टूडेंट्स के साथ। ഒരുപാട് ലോങ് വീഡിയോ ആണ്. ഒരുപാട് സ്റ്റുഡൻസ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇത് ഡൽഹി പോലീസ് ഒന്നും അല്ല, BJPയുടെ പോലീസാണ്. ഇവിടെയുള്ള സ്റ്റുഡൻസിനെ അടിച്ചിട്ടുണ്ട്. അയാൾ പറയുകയാണ് ഇവിടെയൊക്കെ അടിച്ചിട്ടുണ്ട്, കൈക്കും ദേഹത്തൊക്കെ അടി കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ആള്, അതായത് ഈ സ്റ്റുഡന്റ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്കറിയാം 3ഓളം മറ്റു സ്റ്റുഡൻസ് അവിടെ ഹങ്കർ സ്ട്രൈക്കിലാണ്. അവരെ ഇപ്പോൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. ആ വീഡിയോ ആണ്. ഒരു മനുഷ്യച്ചങ്ങല എന്നൊക്കെ പറയുന്നത് പോലെ ആ സ്റ്റുഡൻസിനെ, അതായത് 3 സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ അവിടെ ഹങ്കർ സ്ട്രൈക്ക് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെയുള്ള മറ്റു സ്റ്റുഡൻസ്. അതുപോലെ ഇന്നുണ്ടായിട്ടുള്ള മറ്റൊരു ഇൻസിഡന്റ് ആണ്, അതിന്റെ വീഡിയോ കാണാം. ഇത് അഭിജിത്തിന് നേരെ, അതായത് അഭിജിത്ത് അവിടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട്, ആ സ്ത്രീ ആരാണെന്ന് അറിയില്ല എന്നാണ്, അതായത് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആ സ്ത്രീ വന്നിട്ട് ഒരു ഇങ്ക് അഭിജിത്തിന് നേരെ ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബ്ലൂ ഇങ്ക് ആണ്. അപ്പോൾ അഭിജിത്ത് പറഞ്ഞത് അവരൊന്നും ചെയ്യേണ്ട, ഈ ബ്ലൂ ഇങ്ക് എന്ന് പറയുന്നത് എന്റെ ഇങ്ക് തന്നെയാണ്. കാരണം ഈ ബ്ലൂ ഇങ്കിന്, ബ്ലൂ കളറിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ അഭിജിത്തിന് നേരെ ചെയ്തിട്ടുള്ള ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള പല ആളുകളുടെയും റെപ്രസെന്റേറ്റീവ് ആണ്. ഇപ്പോൾ ഒരുപാട് പേർ കമന്റ് ബോക്സിലും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഈ CJPനെ അല്ലെങ്കിൽ ഈ ഒരു നീറ്റ് പേപ്പർ ലീക്കേജ് അല്ലെങ്കിൽ മറ്റു എക്സാം കോൺട്രവേഴ്സിനെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ട്, അതായത് ഇവരുടെ ഈ ഒരു ലീക്കേജ് ഒന്നും നടന്നിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ട് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് ഈ കണ്ടിട്ടുള്ള സ്ത്രീ എന്ന് പറയുന്നത്. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഇന്ത്യയിലെ സ്റ്റുഡൻസിന്റെ ഫ്യൂച്ചർ തകർക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്, നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളതും നടന്നുകൊണ്ടിരിക്കുന്നതും. പക്ഷെ ഇതൊന്നും ഇവർക്ക് പ്രശ്നമില്ല. അത് എന്തുകൊണ്ടാണ്, എന്താണ് ഇവർ ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അവരുടെ ചിന്താഗതി എന്താണ്, അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് അവർ ചിന്തിക്കുന്നത് എന്ന് എനിക്ക് ഇതുവരെ ബോധ്യപ്പെട്ടില്ല. അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊട്ടസ്റ്റ് മറ്റൊരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമല്ല CJPയുടെ ടാർഗറ്റ്. നമുക്ക് വീഡിയോ കാണാം. आज तक हम धर्मेंद्र प्रधान का इस्तीफा मांग रहे थे, नीट में जिन बच्चों की आत्महत्या हुई उनके जिम्मेदारी के लिए, लेकिन आज जो घिनौनी, आज जो नीच हरकत करी है सरकार ने, अब हम नरेंद्र मोदी का इस्तीफा मांगेंगे. അഭിജിത്ത് ഇപ്പോൾ ഇവിടെ പറഞ്ഞുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും കാലം നമ്മൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, CJP ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. എന്നാൽ ഈ ഒരു ഇന്ന് ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രധാനമന്ത്രിയുടെ രാജി അടക്കം ആവശ്യപ്പെടുന്നു എന്നാണ് അഭിജിത്ത് ദീപക് ഇവിടെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അഭിജിത്ത് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. അഭിജിത്ത് ദീപക് പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യയിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയാണ് എന്നൊരു കാര്യം കൂടി അഭിജിത്ത് ദീപക് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മുംബൈയിലേക്ക് പോവാം. മുംബൈയിൽ ഒരു പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് അതിന്റെ ദൃശ്യം കാണാം, അതിനുശേഷം അത് എന്താണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം.
ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ദൃശ്യം എന്ന് പറയുന്നത് മുംബൈയിൽ നിന്നാണ്. അതായത് മുംബൈ പോലീസ് സ്റ്റുഡൻസിനെ, അവിടെ സ്റ്റുഡൻസ് വന്നിട്ടുള്ള, അതായത് പത്രക്കാർ ഭവനിലാണ് ഈ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ദ കിഡ്നാപ്പിംഗ് ഓഫ് സോനം വാങ്ചുങ്, അതായത് ഡൽഹി പോലീസ് സോനം വാങ്ചുങ്ങിനെ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും അതുപോലെ നീറ്റ് പേപ്പർ ലീക്കിനെ ഒക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആയിരുന്നു സ്റ്റുഡൻസ് അവിടെ നടത്തിയിട്ടുള്ളത്. അതായത് ഏകദേശം 100ഓളം സ്റ്റുഡൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പീസ്ഫുൾ ആയിട്ടും ബ്രൂട്ടൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പോലീസ് ഈ സ്റ്റുഡൻസിനെ ഒക്കെ വലിച്ചയച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡൽഹിയിലായിരുന്നാലും ശരി മുംബൈയിലായിരുന്നാലും ശരി ഒരേ കാര്യമാണ് പോലീസ് ചെയ്തിട്ടുള്ളത്. അതായത് നേരത്തെ ആ സ്റ്റുഡൻസ് പറഞ്ഞതുപോലെ ഇത് ഡൽഹി പോലീസോ അല്ലെങ്കിൽ മുംബൈ പോലീസോ ഒന്നുമല്ല, BJP പോലീസാണ് ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇത്രയും ദിവസം സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടും സോനം വാങ്ചുങ്ങും അതുപോലെ മറ്റു സ്റ്റുഡൻസും ഹങ്കർ സ്ട്രൈക്ക് ഇരുന്നിട്ടും ഇതൊന്നും നമ്മുടെ ഗവൺമെന്റിന്റെ വിഷയമല്ല. അതായത് ഇന്ത്യയിൽ പേപ്പർ ലീക്ക് നടന്നിട്ടുണ്ട്, മറ്റു ഒരുപാട് എക്സാം കോൺട്രവേഴ്സീസ് നടന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ ഗവൺമെന്റ് മൈൻഡ് ചെയ്യുന്നില്ല. ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന രീതിയിലാണ് നടക്കുന്നത്. അതായത് ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഫ്യൂച്ചർ വെച്ചിട്ടാണ് നമ്മുടെ സർക്കാർ കളിക്കുന്നത്. പക്ഷേ അതിൽ യാതൊരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റിയോ ഒന്നും ഏറ്റെടുക്കുന്നില്ല. ഇത്രയും ദിവസം പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടും ഇതുവരെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു സംസാരമോ ഒന്നും ഇതിനെപ്പറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നടന്നിട്ടുള്ളത് ഫോഴ്സ്ഫുൾ ആയിട്ട് സോനം വാങ്ചുങ്ങിനെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലൈസ് ചെയ്തു. അതുപോലെ ഇപ്പോൾ സ്റ്റുഡൻസിനെ ഡൽഹിയിലും മുംബൈയിലും ഒക്കെ ആയിട്ട് സ്റ്റുഡൻസിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെതിരെ പോലീസ്, അതായത് പോലീസ് എന്ന് പറയാൻ പറ്റില്ല, അതായത് BJP ഗുണ്ട എന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ വെച്ചിട്ട് സ്റ്റുഡൻസിനെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ജനാധിപത്യം ഇവിടെ ഉള്ളത്? ജനാധിപത്യത്തിന്റെ ഓരോ മൂല്യത്തെയും ഇവിടെ തച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സർക്കാർ. ഇന്ത്യയിലുള്ള സ്റ്റുഡൻസും പാരന്റ്സും ഒക്കെ സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇതിനൊന്നും മറുപടി നൽകുന്നില്ല. പിന്നെ ആരാണ് ഇവരോട് ചോദ്യം ചോദിക്കേണ്ടത്? ആർക്കാണ് ഇവർ ഉത്തരം നൽകുക? നമ്മൾ പറയാറുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന്. അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ദിവസങ്ങളായി പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊന്നും നമ്മളുടെ സർക്കാർ ഉത്തരം നൽകുന്നില്ല, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല, അക്കൗണ്ടബിൾ അല്ല. ഒരു കാര്യത്തിലും പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിലൊന്നും ഉത്തരം നൽകുന്നില്ല. ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് യഥാർത്ഥത്തിൽ നമുക്കിനി അവകാശപ്പെടാൻ സാധിക്കുമോ? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് അവകാശപ്പെടാൻ സാധിക്കുമോ നമുക്ക്? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.